ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടെ പുതിയ താരങ്ങളെ BCCIക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ടീമിൽ ഇടം നേടുന്നതിനു വേണ്ടി യുവതാരങ്ങളടക്കമുള്ളവർക്ക് പുതിയ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിനുവേണ്ടിയുള്ള വ്യക്തമായ അവസരം ഒരുക്കിയിരിക്കുകയാണ് പരിശീലകനായ ഗൗതം ഗംഭീർ. അതേസമയം രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും വിരമിക്കൽ താരങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ 2 മുതിർന്ന താരങ്ങളില്ലാതെയാണ് കളിക്കാൻ പോകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വളരുവാനും തയ്യാറായി മുന്നോട്ട് വരുവാനുള്ള അവസരം കൂടിയാണിത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല. ആ സമയം ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത്. ഒരാൾ ഇല്ലാതാകുമ്പോൾ മറ്റുള്ളവർക്ക് രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഗംഭീർ ക്രിക്കറ്റ് നെക്സ്റ്റിനോട് പ്രതികരിച്ചു. കളി എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. മറ്റാർക്കും അതിൽ അവകാശമില്ല. പരിശീലകനായും സെലക്ടറായും രാജ്യത്തെ ഏതൊരാളായാലും ഒരാൾ എപ്പോൾ വിരമിക്കണമെന്ന് പറയാൻ അവകാശമില്ല എന്നും ഗംഭീർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നത്. ജൂൺ 20-ന് ഇംഗ്ലണ്ട് പര്യടനം തുടങ്ങാനിരിക്കെയാണ് ഇരുവരുടെയും വിരമിക്കൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 5 ടെസ്റ്റുകൾ അടങ്ങുന്നതാണ് പരമ്പര. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും അഭാവത്തിൽ തലമുറ മാറ്റത്തിന് ഒരുക്കുകയാണ് ഇന്ത്യൻ ടീം. ഇംഗ്ലീഷ് മണ്ണിൽ ടീമിനായി പുറത്തെടുക്കുന്ന മികച്ച പ്രകടനം യുവതാരങ്ങൾക്ക് സീനിയർ ടീമിലെത്താൻ ഉപകാരപ്പെടും. കോഹ്ലി ഒഴിച്ചിട്ട 4-ാം നമ്പറിലെത്തുന്നത് കരുതപ്പെടുന്ന വ്യക്തി കളികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന കരുൺ നായരിലേക്കാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ സർഫറാസ് ഖാനും ഇത് ടീമിലെ സ്ഥാനമുറപ്പിക്കാനുള്ള അവസരമാണ്. സീനിയർ ടീം അംഗങ്ങളായ ജയ്സ്വാളിനും ഗില്ലിനും ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പരിചയപ്പെടാനുള്ള അവസരം കൂടിയായിരിക്കും ഇത്.